ഹലോ ഗായ്സ്, ലോസ്റ്റ് മാർക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ട് നമുക്കൊരു ലെസ് പ്ലേ സീരീസ് തുടങ്ങിയാലോന്ന് ആലോചിച്ചിട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസ് പ്ലേ സീരീസ് തുടങ്ങാമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ലെസ് പ്ലേ സീരീസ് തുടങ്ങി. സീഡൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വെച്ച് കൊടുക്കാം. ലാഗൊന്നും തോന്നില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ അതവിടെ നമുക്ക് ഈ വേൾഡ് തന്നെ നല്ല ഇത് ഞാൻ ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൂട്ടിയതാ. അവിടെ നൈസ് വേൾഡ് അല്ലേ, അവിടെ തന്നെ ഫസ്റ്റ് കേവ് ആയിട്ടൊക്കെ ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ സാമ്രാജ്യം കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്പ്ലേ സീരീസ്, ഫസ്റ്റ് ഡിസ്പ്ലേ സീരീസും കൂടിയാണ്. ഞാൻ ഫസ്റ്റ് ഇട്ടായിരുന്ന ഒരു ബെഡ്റൂക്ക് ആ വേൾഡൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് നശിച്ചു. അങ്ങനെ പെർഫോമൻസ് ഒന്നും ചെയ്യാത്ത. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇത്തിരി നല്ല ലാഗ് അടിക്കുന്നുണ്ടല്ലേ. ഒക്കെ നമുക്ക് സൈക്കിൾ ഗൈസ്, സോറി ഒരു ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പുതിയ പി സി വാങ്ങാം. നമുക്ക് i3 ആണ് എൻ്റെ പ്രൊസസ്സർ, അതുകൊണ്ട് ഒത്തിരി ലാഗ് ഉണ്ടാവും. ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ടാണ് ഷെയ്ഡേഴ്സ് കൊണ്ടാൻ പറ്റില്ല തോന്നുന്നു. സോറി, ഈ സീരീസ് നമുക്ക് ഷെയ്ഡേഴ്സ് ഇല്ലാത്ത തുടരാം, അത് നല്ലത്. ചിക്കരുത്. എന്താ നമുക്കത് ഇവിടെ തന്നെ വലിയ കടലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ബോട്ടിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് വലിയ ഫോറസ്റ്റ് പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ ഒന്ന് കളക്ട് ചെയ്യാറുണ്ട്. ഓക്ക് തന്നെ ഫസ്റ്റ് കളക്ട് ചെയ്യും. ഊക്കല്ല ഫസ്റ്റ് ഊക്കല്ല ഗൈസ്, ഓക്ക് സാപ്ലിങ്സ്. നമുക്ക് ഒരു ഫസ്റ്റ് വുഡ് നമുക്ക് സുധിയുടെ തേമ്മനെ ഉപയോഗിക്കാം. ഫസ്റ്റ് വുഡ് മൈൻ ചെയ്ത് അവിടെ തന്നെ വെക്കാം. കിട്ടി. നമുക്ക് ഇതിവിടെ തന്നെ ഇവിടെ ആയിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ വെച്ച് അതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. അത് നമുക്ക് ഒരു ചില്ലും കൂട്ടിലൊക്കെ ഇടണം. ഡൗൺലോഡ്സ് ഒക്കെ വരുമ്പോൾ പൊട്ടിക്കട്ടെ. പൊട്ടിച്ചില്ല. ഓക്കെ, സാപ്ലിങ്സ് കിട്ടാൻ ആവശ്യമില്ല. നമുക്കൊരു കുഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കണം. ഞാൻ അത്രക്ക് ഇതൊന്നല്ല കഴിച്ച ഡിസ്പ്ലേയിൽ, എനിക്ക് അങ്ങനെ ഒന്നും അറിയാം. പ്രത്യേകിച്ച് ജാവ എഡിഷൻ. അതിന് മുമ്പ് ഒരു ബെഡ് കണ്ടുപിടിക്കണം. ഷീപ്പിനെ കട്ടിയാൽ കൊള്ളാൻ വരുന്നു. ഫുഡ് നോക്കണം, അതാണ് മെയിൻ. ഫസ്റ്റാണ് എനിക്ക് ഇതിൻ്റെ അങ്ങനെ ഡാഷൊക്കെ എങ്ങനെയാ നോക്കാന്ന് അറിയില്ല. ഏത് ബട്ടൺ നിൽക്കിയാല കീബോർഡ് ബോർഡ് ബട്ടൺ നിൽക്കിയാല മറ്റേ കോഡ്സ് ഒക്കെ അറിയാമെന്നൊന്നും എനിക്കറിയാം. കാരണം ഞാൻ ന്യൂബാണ് ഇതിൽ പി സിയിൽ. സോറി, അതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുന്ന കരുതുന്നു. ഞാൻ ഇപ്പോൾ മൈക്കിൾ അതാണ് സൗണ്ട് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു ബെഡ് എങ്ങനെയാലും ഇവിടെ ഒരു വില്ലേജ്, ഞാൻ ഫോണായതായാലും ഒരു വില്ലേജിലാവണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബെഡാണ് മെയിൻ. ഫുഡ് പിന്നെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാലും ഒട്ടിക്കാം. പക്ഷെ ബെഡിൻ്റെ അങ്ങനെ ഷീപ്പ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ് ഒത്തിരിയും കൂടി പണി പോകുന്നത്. നമുക്ക് അത്രയ്ക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഇത്ര ഡിസ്പ്ലേ പോകുന്ന എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര പ്രോ ഒന്നല്ല. അതാണ് അതിൻ്റെ അടയാളമാണ് അത്. അങ്ങനത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ലേ. ഇവിടെ നമ്മോട്ട് ഓക്കെ ഇവിടെ ഇവിടെ ഒരു ഓക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടാണെന്ന്. ഇവിടെ ഇത് സോമ്പല്ലേ എനിക്ക് തോന്നിയത്. അത് നമുക്കൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നേരെ അപ്ലോഡ് ആക്കിയതാണ്. അങ്ങനെ ഞാൻ അത് നല്ല തീരതില്ല, ലാഗ് ചെയ്യുന്നു. ഇപ്പം നല്ല ലാഗ് അടിക്കുന്നുണ്ട് സിംഗിൾ പ്ലെയർ ആയതുകൊണ്ട്. അങ്ങനെ ഉണ്ടോ എനിക്കറിഞ്ഞൂടാ അതിനെ കുറിച്ചൊന്നും. ഞാനൊന്ന് ജസ്റ്റ് തുടങ്ങാനുള്ളൂ. ഓക്കെ, അത് സീനില്ല ഗൈസ്. നമുക്കിനി നോക്കട്ടെ എവിടെയാലും ഷീപ്പിന് കിട്ടിയിട്ട് ഇറങ്ങിക്കണോ, അതോ ഷീപ്പിന് നമുക്ക് തപ്പി നടക്കാം. എനിക്ക് ഈ ഷീപ്പിടെ മോഡ് നിന്ന് എങ്ങനെ എടുക്കാമെന്നൊന്നും അറിയില്ല. സോറി, ഞാൻ ഈ ബെഡ്റൂക്കിലാണ് തുടങ്ങിയത്. ബെഡ്റൂക്കിൽ തുടങ്ങണമെന്ന് നിങ്ങൾ പറഞ്ഞു ഡീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പൊ ഇവിടെയൊക്കെ നല്ല നമുക്കിവിടെ ഫാമിലിന് വല മതിലെട്ടി ഫാം. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. അതിനാദ്യം നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. അതൊക്കെ സെറ്റ് ആണെങ്കിൽ നമ്മുടെ സ്പൂൺ അവിടെ അല്ലായിരുന്നോ? നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. അവിടെയാണേ ആ സൈഡ് കോഡ്സ് ഒന്നും അറിയില്ല. നമുക്ക് അവിടെ തന്നെ ബേസ് ഉണ്ടാക്കാൻ പാടും. അല്ലേ ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷെ സ്പൂണല്ലേ മെയിൻ ഗൈസ്, സ്പൂണിൽ തന്നെ എടുക്കണമെന്നല്ല നല്ലത്.
ഞാൻ ഷീപ്പിനെ അന്വേഷിച്ച വന്നേ. അപ്പൊ ഇവിടെ അടുത്ത് സോമ്പാണ്. അപ്പൊ അവിടെ അപ്പൊ അങ്ങോട്ട് ആ സോമ്പിലെന്താ കാര്യമായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു ഷീപ്പൊന്നും ഇവിടെ സ്പോണായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നറിയോ. സ്പോണ എനിക്ക് അങ്ങനെ ഒന്നും കൊല്ലൂല, അത് വേറെ കാര്യം. ഓക്കെ. അതെന്താ ഞാൻ കാണുന്നത്? 4 ഷീപ്പുകളല്ലേ കാണുന്ന? സ്വർഗം കണ്ടു. അമ്മമാരെ വേഗം കൊല്ലട്ടെ. ഉണ്ടാ ഞാൻ പറഞ്ഞില്ല എന്റെ PC ഇപ്പൊ ലാഗ് അടിച്ചിട്ടുണ്ടാവും. സോറി. നീ എങ്ങോട്ടാ ഓടുന്നു? അപ്പൊ നിന്നെ തന്നെ കിട്ടിച്ച കാര്യം. അപ്പൊ ഇവനെ തന്നെ കൊല്ലോ കൈസ്. ഞാൻ അത്ര കൊന്നല്ല, എനിക്ക് ബെഡ് വേണോ, അതിന് വേണ്ടിയാണ് എന്നെ കൊല്ലുന്നേ. നീ സഹായിച്ചാലേ എനിക്ക് നല്ല ഇന്ന് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാനും ചാവുന്ന പോലെ. നീയും സഹകരിക്കും. ഓക്കെ, ഒന്ന് കിട്ടി. ഞാൻ പറഞ്ഞ ഞാൻ ലൂബാണ് ഇങ്ങോട്ട് തന്നെ കൊല്ലാം. കിട്ടിയതാ കുട്ടി. പശുവിനെ കൊല്ലണ്ട. പശു അമ്മയും കൂടി നിൽക്കും. എനിക്ക് ഈ കുട്ടീനെ മുമ്പിൽ അറക്കാൻ ആഗ്രഹമില്ല. പോയി തന്നെ നന്നായിരുന്നു. ഓക്കെ, നന്ദി. ഇത് മറ്റേ സ്പാൻ ക്ലിക്ക് അങ്ങനെ സംഭവമില്ല. നേരത്തെ ചാവയിൽ വേഗം ചാവട. ഒരു 3 ഊള്, വേറെ ഒന്നും വേണ്ട. ഇവന്മാരെന്തിന് അമ്മ ഇതിനെ കൂട്ടി എന്തിനാ വരുന്നു? ഓക്കെ, അതിനും കൂടി ഒന്നാ മതി. ഫുഡൊക്കെ സെറ്റ്, 2 കിട്ടി, അത് മതി. ഇവൻ ഇങ്ങോട്ട് ഓടുന്നേ. ഞാനേ എന്താ പറയാ, മിക്കി കളിക്കുന്നു. വേം നോക്കടാ. ഓടല്ലേ. ചാവ്. എന്താ ചാവാത്ത മാൻ? ഇവൻ എങ്ങോട്ട് ഓടുന്നേ? എനിക്കറിയില്ല. കേക്കാലോ. ഓക്കെ, ഒന്ന് നല്ലപോലെ വന്നിരുന്ന്. അവിടെ മറ്റത് കാണാനുണ്ട്, സാധ്യത ഉണ്ട്. നമുക്ക് എന്നാലും അതിനെ കൊല്ലാം. ഉമ്മാരൊരു ഇതല്ല, അപ്പൊ ഇത് ജീവിതകാലം കുറ്റബോധം കൊണ്ട് ജീവിക്കണ്ട. അവൻ ഇതിനും കൊല്ലാം. അതിനെ കൊല്ലടാ. ചാവ് മേൻ, ചാവ്. കൊല്ലി. എടാ കൊല്ലടാ. എന്ത് കളിയാ കളിക്കുന്നേ? ഷീപ്പ് എന്ത് കളി കാണിക്കുന്നേ? അപ്പൊ ഞാൻ ഷീപ്പിനൊക്കെ കൊണ്ടല്ലേ നമുക്ക് ഓടാം. അത് കാര്യമാക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കോളാം. മൈക്ക് ഉണ്ടായതുകൊണ്ട് കേൾക്കില്ലെന്ന് വിചാരിച്ചിരുന്നു. ഒന്നും കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ വേസ്റ്റ് എങ്ങോട്ടായിരുന്നു നോക്കണം. ഇവിടെ അടുത്ത് മറ്റേ മാംഗ്രോവ്, ഇത് സോമ്പ്, മറ്റേ മാംഗ്രോവ്. ഇവിടെ ഉടുക്കാൻ മനുഷ്യൻ ഉണ്ടല്ലേ. ഉടുക്കാൻ മനുഷ്യൻ ഇവിടെ ഇതൊന്നും തുറക്കാം. ഇത് കൊടുക്കണം. പിന്നെ ഇത് വെക്കലല്ലേ. ഇത് കൊടുക്കാം. ഇത് കൊടുക്കട്ടെ. ഇത് കൊടുക്കുക. ഇത് കൊടുക്കട്ടെ. എല്ലാ ആവശ്യമുള്ളത് എല്ലാവരും വന്നോളൂ. എല്ലാവരെയും ആവശ്യമുണ്ട് മാമിന്. ഓക്കെ, എന്നിട്ട് ഇത് ഈ ഇലക്കണ്ട ഈ വെക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബേസിലോട്ട് തിരിച്ച് പോകുന്നല്ല. ഓക്കെ, ഫുഡും കഴിച്ചിട്ട് പോവാം. അതൊക്കെ എനിക്ക് ഡിസ്പ്ലേ കുറിച്ചൊരു കുന്തും അറിയില്ല. അതിനെ വല്ലണ്ട, അത് ആരാന്ന് പോലും അറിയില്ല. 2 ഷീപ്പ് ഉണ്ട് അവിടെ. എനിക്ക് ഗ്രേ കളറായി തോന്നിയത് എൻ്റെ PC-ന്റെ പ്രശ്നമാണോ? ആയിട്ടോന്നോ. നമുക്ക് അങ്ങോട്ട് പോവാം. FPS കുറച്ചാലേ ഗായ്സ് എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ഇട്ടുള്ളൂ. 30 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി കുറവാകും റെക്കോർഡ് ചെയ്യുമ്പോൾ. മറ്റേ 60-ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ രണ്ടാമത്തെ റെക്കോർഡ് 60 ഞാൻ നല്ല FPS ഇട്ടപ്പോൾ നല്ല ഇതുപോയി. അങ്ങോട്ട് കിടക്കാം. ഓക്കെ, രാത്രിയാവനായി. ഞാൻ ഫസ്റ്റിനെ ഫുഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഈ ഇളകുണ്ട് എന്നിട്ട് ഇത് പിടിക്കാം. രാത്രിയാവാനായതുകൊണ്ട് അതല്ലേ. ഓക്കെ, 4 മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കല്ലേ 4 വെച്ച്. എനിക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം.
ഒന്ന്, ഇവിടെ ഒന്ന്. ഞാനേ ഇപ്പൊ റെക്കോർഡ് ചെയ്യണം, വേണ്ട അത് കിട്ടില്ല. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടാബ് രാത്രി കിടക്കുമ്പോൾ ഈ സോംബി വരും. ഓ, എവിടെ പോയി കിടക്കും ഞാൻ? കേവ്ലേഷൻ അല്ലേ എന്റെ കഥയാണ്. മൂന്ന് ഇങ്ങനല്ലേ? ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ. അത് മതി. ഈ നക്കട്ടെ. കെടുക്കണം. എവിടെ 5? ഓക്കെ, നമുക്ക് കടിച്ചരം കെടുക്കാം. രാവിലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ സ്ഥലമല്ല, കുറച്ച് അങ്ങോട്ട് പോവാം, നമ്മുടെ ബേസിൻ്റെ അങ്ങോട്ടേക്ക്. എന്നിട്ട് നമുക്ക് ടൂൾസ് ഇവിടെ നിന്ന് കുറച്ച് ഒക്കെ നിന്നിട്ട് ഇവിടെ നിന്ന് കളക്റ്റൊക്കെ ചെയ്യാം. മൈക്ക് കേൾക്കാമല്ലോ. ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും, കാരണം എൻ്റെ ഹാരം ഒന്നാണ്ട് വാതിലൊന്നാണ്ട് പോയി റെക്കോർഡ് ചെയ്യാൻ സമയത്ത്. അതുകൊണ്ട് ഈ സമയത്ത് നല്ല ഇതുണ്ടാവും. എനിക്ക് പിന്നെ അത്ര ഈസി എഫിഷ്യൻസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ല അറിവില്ല. അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ വാതില് അടക്കണം. ഓട എനിക്ക് ഇപ്പോൾ ഇതിനെ കുറിച്ചൊന്നും അറിയാം. ഓടറാ സുമേഷ്. ഇവിടെ ഞാൻ നേരത്തെ പിന്നെ ഇവിടെ ആണ്. ഞാനൊന്നും തോന്നുന്നു അറിയില്ല. ഇനി ചത്താലും പേടിക്കാനില്ല. അതാ ഞാൻ കളിച്ച് ഫസ്റ്റ് ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കളിച്ചത്. ശരിയാണല്ലേ? സാപ്ലിങ് എന്തെങ്കിലും വന്നാ ഒന്നും കണ്ടിട്ടുണ്ട്, അത് മതി. നമുക്ക് നമ്മൾ അവിടെ കണ്ട അവിടെ നമുക്ക് നമ്മുടെ ഫാം ഐലൻഡ് എന്ന് പറഞ്ഞ സംഭവം സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡാം പോലെ വെള്ളച്ചാട്ടോ കണ്ടാ? ഈ ഇടി കാണിച്ചു തരാം. അതവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. എവിടെ അത് കണ്ടോ? എന്തേന്നാവട്ടെ ബിയല്ലേ? കൊച്ചുമൈസൻ എന്തേലും ഞാൻ ആലോചിച്ച വെള്ളച്ചാട്ടം കാണുന്നത്. ഞാൻ അങ്ങോട്ട് നീങ്ങി പോകുന്നു. അങ്ങോട്ട് തിരി. എന്ത് ചെയ്യാനാ? താഴെ പോയിട്ട് കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് PC കൺട്രോൾസ് ഒന്നും അറിയൂല. ഞാനിപ്പോ ആണേലും ഇങ്ങനത്തെ ഞാൻ 1 ബ്ലോക്ക് എടുക്കാൻ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ തന്നെ ചത്ത് ഞാൻ മണിയായിട്ടുണ്ടോ? കാരണം അതിനെ കുറിച്ചൊരു ചേങ്ങ അറിയില്ല. മുട്ട എവിടെ ഇല്ല, താഴത്ത് വിട്ട് ഇതവിടെ കിടക്കുന്ന എൻ്റെ വിട്ട്. ഓക്കെ, എനിക്ക് ഇവിടെ ഇവിടുന്ന് അങ്ങനത്തെ സെറ്റപ്പാണ് വേണ്ട. ഷിപ്പ് മതിയെന്ന് പറഞ്ഞു നിങ്ങൾ. നമ്മുടെ ബേസ് ഒരു ഇവിടുന്ന് തൂങ്ങുന്ന ഈ സാധനത്തുമ്പോൾ തൂങ്ങുന്ന ഒരു ഷിപ്പ് അല്ലേ? ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തേലും ആക്കാം. ഇവിടെ അടുത്തതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല സീനറി ഉള്ള ബേസ് ഉണ്ട്. നമുക്ക് ഇന്ന് പൈസ ആയിരുന്ന സെറ്റ് സ്ഥലം കിട്ടിയത്. അപ്പൊ ആ ഗുഹ ഒന്ന് അടിച്ചാൽ മതിയല്ലോ. ഗുഹ ഒന്ന് അടിച്ചാൽ പറ്റുമോ? ഇതല്ല ഇതിന്റെ മേലുള്ളത് സീനല്ലേ? ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സിനെ കളിച്ചിരുന്നല്ലേ? ഓക്കെ, ഇവിടെ എടുക്കാം. ആ കാര്യമാണ് ഓക്കെ. നമുക്ക് ഞാനൊരു 3 കട്ടെ ഇട്ട് ഇവിടുന്ന് ചാടല്ലേ? ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഗുഹാണ് ഞാൻ പറഞ്ഞത്. എന്തോ സ്റ്റോണോ ഗ്രാവലിന്റെ കൂടിയതൊക്കെ ഇവിടെ ഒന്നും പറ്റിയതല്ല അല്ലേ? താഴോട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ഒക്കെ ചെയ്ത് പണിയാൻ സെറ്റ് കുട്ടപ്പനാകണം. ഇങ്ങോട്ട് വേറെ ഇവിടെ അടിച്ചിട്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ടറാക്കണോ? അവിടെ നമുക്കൊന്നും പറ്റില്ല. അവിടെ ഇത്തിരി സീനാണ്. അവിടെ ഇങ്ങനെ കാട്ടുചന്തക്കളും എല്ലാ കാട്ടുചന്തക്കളും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഫസ്റ്റ് വീഡിയോ തന്നെ ഷോകാണെന്ന് എനിക്കറിയാം. സോറി അങ്ങനെ ആക്കിയനി. ഈ പ്ലേസ് കുറച്ച് ഇവിടെ ആക്കണം നമ്മുടെ പൈസ, അതോ ഈ സ്ഥലത്താക്കണോ? ഞാൻ കുറച്ച് മോടി പോയി. സോറി, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റെങ്കിൽ കട്ട് ചെയ്യാം, അല്ലേ പറ്റില്ല. സോറി, എനിക്ക് അതിനെ കട്ട് ചെയ്യാൻ ഞാൻ
പ്രോ ടീച്ചറൊന്നുമല്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ ഇത് ഇവിടെ തൂങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ തൂങ്ങുന്ന അങ്ങനത്തെ വേണേൽ അങ്ങനത്തെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വെള്ളച്ചാട്ടം മോഡല് നാച്ചുറൽ ആയത് പൊളിച്ച് ഇവിടെ വെള്ളച്ചാട്ടം. അപ്പൊ അങ്ങോട്ട് പോകല്ലേ മാൻ, പോകല്ലേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതൊക്കെ അത്ര പോളൂ. പോകല്ലേന്ന് ഞാൻ എന്താ പറഞ്ഞേ, അങ്ങോട്ട് പോകത്ത എന്താ നല്ല ഒഴുക്കാണ്. റീസാക്കി സെറ്റ് ഒഴുക്ക. അതാ എന്ത് ചെയ്യാൻ, എല്ലാം എനിക്ക് കൺട്രോൾസ് ഒന്നും അറിയാത്തോണ്ടല്ല. കേക്കാലോ കേക്കാലോ. ഓക്കെ ഓക്കെ. ഞാന് ഇത് ഞങ്ങൾക്കിപ്പോ ഒരു ക്രാഫ്റ്റ് ഒന്ന് ബേസിക് ടൂൾസ് ഒന്ന് സെറ്റാക്കാം. നമുക്കിപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഈ മലന്റെ മുകളിലായിട്ട് ഈ നിങ്ങൾ പറ തൂങ്ങുന്നാണ് വേണ്ടെങ്കിൽ കമന്റ് ചെയ്യും, നമുക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം. എല്ലാം യുവർ ചോയ്സ്. നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാവും. പറ്റുമെങ്കിൽ എനിക്ക് പറ്റുന്ന, എനിക്ക് മൈൻക്രാഫ്റ്റ് ഫോക്കസ് എഡീഷനിൽ ഇങ്ങനെ ഞാൻ ജാവിൽ ഇല്ലേ, അത് നല്ല പറ്റിയ സ്ഥലം. ഇവിടെ മറ്റേ തൂങ്ങുന്ന 2 കയർ തൂങ്ങിയിട്ട് ഇവിടെ ഒക്കെ നല്ല ഇത് പൊട്ടിച്ചിട്ട് കുറച്ച് ഈ സാധനം പൊട്ടിച്ചിട്ട് ഇവിടെ ഈ ഗ്രാസ് പൊട്ടിച്ചാവുമ്പോഴാണ് മേലൊരു തൂക്കുപാലയും മല നിങ്ങോട്ട് ഒരു തൂക്കുപാലം മല അവിടെ വെച്ചിട്ട് ഇവിടെ ഒരു കപ്പ്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതില്ലാതെ മറ്റേ ചെറുതാവും അയവിടെ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. ഇതില്ല. അതല്ല ഇതില്ല, ഇതില്ല. അപ്പൊ ഞാൻ കുറെ കാര്യം പറഞ്ഞു. എവിടെ നിന്ന് ഇറക്കാം സ്റ്റോപ്പായെന്നൊന്നും എനിക്കറിയില്ല. ഒരേ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ഒന്നുകൂടി ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കാം. ഇവിടുന്ന് നമുക്ക് അങ്ങനത്തെ സെറ്റ് ആക്കണോ അതോ വേറെ രീതിയിൽ സെറ്റ് ആക്കണോ നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ അത് സെറ്റ് ചെയ്തോളാം. പിന്നെ അതാ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാകും. എൻ്റെ റെക്കോർഡ് എപ്പോഴാണ് തീർന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലേസ് തന്നെ ഇവിടെ ആയിട്ട് ഇവിടെ ആണെങ്കിൽ നല്ല സീനറി ഉള്ളത്. നല്ല സീനറി എന്ന് പറഞ്ഞിടത്തേന് നിർത്തി. അപ്പോൾ അതാ റെക്കോർഡ് ഷോപ്പിൽ പോയതാ. ഓബിയസ് ചതിച്ചത് വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് AFK പോയില്ല, അതാ സംഭവം. എവിടെയാണ് അവിടെ നിന്ന് ഞാൻ AFK പോയത്. അവിടെ നിന്ന് അതിൻ്റെ ശേഷമാണ് റെക്കോർഡ് പോയത്, അറിയില്ല. അതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്നുകൂടി പറയണേ, വിവരിച്ച് പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് മേലെ ആ മല പോലെ ഒരു വടി പോലെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ട് അതിന് 2 കയറുണ്ടാക്കിയിട്ട് പറക്കുന്ന ഇങ്ങനത്തെ ഷിപ്പ് ഇങ്ങനെ രീതിയിൽ വെക്കാനായിരുന്നു ഇതിന് പറഞ്ഞു. നിങ്ങൾ പറ ഇങ്ങനത്തെ ഇവിടെ ഒരു നല്ല ആർട്ടിക്കായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നാൽ മതി, നമുക്ക് അത് സെറ്റ് ചെയ്യാം. നല്ല നല്ല ഐഡിയ ആണ്. ഇവിടെ ഇവിടെ തന്നെ നല്ല സീനറി കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഹൗസ് ഉണ്ടാക്കാം. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അടുത്തു ഉണ്ടാകും. കുഴപ്പമില്ല. ഫസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ താൽക്കാലിക എൻ്റെ ബേസ് ഇവിടെ ആക്കാം. നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇത് നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ആക്കി ഫുഡും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യണ്ടേ, ഇതും നമുക്ക് ഇതാക്കല്ലേ. എന്നിട്ട് ഒരു സോഡ് ഉണ്ടാക്കും. സോഡ് മെയിനാണ് അല്ല ആക്സ്. ആ സാപ്ലിങ്ങിന് ഇവിടെ നട്ട് വെക്കാം. ഇതെത്ര ഇതാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും നട്ട് വെക്കാം. ഇവിടെ നട്ട് വെക്കണം. ഒന്ന് ഇതായി അതെനിക്ക് ഞാൻ കളഞ്ഞത് എനിക്ക് അറിയില്ല. ഇവിടെ വെക്കാം. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ക്ലിയർ ആക്കണം. വേണ്ട, രണ്ടാമത്തെ ഡേ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഉണ്ടാക്കാം. വളരട്ടെ. ബട്ടൺ ആയി സ്റ്റിക്ക് സ്പൂക്ക് ഒക്കെയാണെന്ന് തോന്നുന്നു. സ്റ്റിക്ക് ഇങ്ങനെ ഉണ്ടാക്കുക ഒന്ന് മതി. ഞാൻ 4 ഉണ്ടാക്കില്ലേ. എന്നിട്ട് പിക്കാക്സ് ഉണ്ട് ഓൾറെഡി, അത് വേണ്ട, അത് ഞാൻ പൊട്ടുന്നതാ. ഇതും അപ്പൊ നമുക്ക് കഴിച്ചു. നമുക്ക് തന്നെ ഒരു അയൺ കിട്ടിയാലോ.
നിങ്ങൾ തന്നെ പറ. ഈ ഇതിൽ മറ്റേ സോഡിൻ്റെ ആവശ്യമില്ല, ഈ ആക്സ് മതി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ശരി ഡ്രീംസ്. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ടുണ്ട്. നമുക്കിന്ന് താഴെ ചാടണം, വേണ്ട, എന്തിനാ റിസ്ക് എടുക്കണേ. അയൺ എങ്ങനെയാലും ഒപ്പിക്കാം. അതാണ് അത് അങ്ങനെയല്ല താഴത്തിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഇറങ്ങി. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ ആ തൈ വളർന്നിട്ട് ഞാൻ പറഞ്ഞോട്ടെ അവിടെ 4 3. ഓക്കെ ഓക്കെ, ഇത് 2 3 കളക്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ഒന്ന് കളക്ട് ചെയ്യാൻ നിങ്ങൾ കാര്യമാക്കണ്ട. ഒരു പിക്കേഴ്സ് ഉണ്ടാക്കാനുള്ളതായി ഈ ഒരു സ്റ്റിക്ക് വെച്ചാൽ മതി. സ്റ്റിക്ക് ഉപയോഗിക്കല്ല, കിട്ടിയാൽ മതി. നമുക്ക് ആക്സ് ഇട്ടിട്ട് നേരെ അങ്ങോട്ട് ഓടന്നെ. ഹെർവിഗോ എന്നിട്ട് ഷീൽഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഷീൽഡ്. ഹൗസ് ഒന്നുമില്ല, നമ്മൾ അത്രയ്ക്ക് പ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൗസ് ഒന്നും ഉണ്ടാക്കണം. ഷീൽഡ് ഒപ്പിക്കാൻ നോക്കാം ഫസ്റ്റിന്. ഈ മരം ഇട്ട ഓക്കെ, ഒന്നിനെ മതി, ഇഷ്ടം ഉണ്ടായിക്കോട്ടെ. അല്ല, നമ്മുടെ ബേസിൽ നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പർ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കണം. അതായത് അങ്ങനെയല്ല, ഗ്രാസ് വെച്ചിട്ടേ, സ്റ്റോൺ വെച്ചിട്ടൊന്നുമല്ല. ഞാനത്ര പോകുന്നില്ല. ഈ നമുക്ക് നമ്മുടെ ട്രേഡിങ് ഷിപ്പ് വെച്ച ബേസിന്ന് ട്രേഡിങ്ങിൻ്റെ ഷിപ്പ് അപ്പുറത്തേക്ക് ഈ കടലിൻ്റെ അപ്പുറത്തേക്ക് അവിടെ അറ്റാച്ച് ചെയ്ത പോലെ ട്രേഡിങ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ടോട്ടം വില്ലേജസ് ബ്രീഡർ അങ്ങനത്തെ സാധനങ്ങൾ വില്ലേജുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമെങ്കിൽ അവിടെ സെറ്റാക്കാൻ കുറേ പ്ലാനുണ്ട്. എന്തൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. അടുത്ത എപ്പിസോഡാകുമ്പോൾ ഞാനൊക്കെ മറക്കാൻ പോകും. ഇനി മറ്റേ ഞാനൊക്കെ ഉണ്ടാക്കണം ത്രാണിയാവുമ്പോൾ. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂബാണ്, അതുകൊണ്ട് പല തെറ്റും സംഭവിക്കും. സോറി. ഭാഗ്യമുണ്ട്, വീണില്ല. ഞാൻ വിചാരിച്ച് നേരെ താഴത്തോട്ട് കാണും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇവിടെ ഇത്തിരി ഇത് എയറിൽ നിൽക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കിട്ടിയ ഫുഡ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ. ഇത് 4 ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഇവിടെ അല്ലേ സ്റ്റിക്ക് ഇട്ട്, ഇവിടെ സ്റ്റിക്ക് ഇട്ട്, ഇവിടെ സ്റ്റിക്ക് ഇടുന്ന സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ടൂൾസ് കൊടുത്ത് നമുക്ക് എന്താ വേണ്ടേ, സ്റ്റോർ ആക്സർ മെയിൻ. അപ്പോൾ നമുക്ക് ഫർണസ് വേണ്ടേ, ഇത് ഉണ്ടാക്കണം. ഷീൽഡ് ഒപ്പിക്കണം. അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഒരു 9 ഇതൊക്കെ ഒപ്പിക്കണം, ചുരുക്കി പറഞ്ഞ. കോളും വേണം. കോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇവിടെ ഒന്നും വേണ്ടല്ലോ. ഫസ്റ്റ് ഇത് താൽക്കാലികമായിട്ടാണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇപ്പോൾ ചാവും, കാരണം ഫുഡ് റെസ്പോൺസ് ഒക്കെ ആണ്, അത്ര പ്രശ്നമില്ല. ഒന്ന് പശുക്കളൊക്കെ കൊണ്ടുപോയി പറ്റാത്ത സംഭവം, കാരണം കൺട്രോൾസ് അറിയില്ല അതിൻ്റെ. അതാണ് മെയിൻ. ഞാൻ എവിടെ പോയിട്ട് പശുക്കളൊക്കെ ഞാനാണ് പശുക്കൾ ഒപ്പിച്ചിട്ട് ഇതിന് ഇറങ്ങുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ വഴി വെച്ചെന്നെ ചത്തില്ല. ഭാഗ്യം, ഞാൻ വിചാരിച്ചു ചത്തിന്റെ അത്രയും നല്ലതായിരുന്നു. ഉള്ള മെയിൻ പിക്കേഴ്സൊക്കെ പോയിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ചെസ്റ്റ് ഉണ്ടാക്കാതെ ഉണ്ടാക്കിയെന്ന് പറയാം. ചെസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പിക്കേഴ്സ് മറ്റേ എന്താ ഷീൽഡ് അയണല്ല ഷീൽഡ്. എൻ്റെ അടുത്തൊരു ഫുഡ് ചെയ്യാൻ എന്തോ വേണം, പോയി മുട്ടൊന്നും പറ്റൂലല്ലോ മൈക്രാഫ്റ്റില്. അതെല്ലാവരും ഒരു ഡിസപ്പോയിൻമെന്റാണ്. അതിപ്പോൾ തൽക്കാലത്തിന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് കൂടി താൽക്കാലികം നമ്മൾ ഫുഡ് നല്ല പ്രത്യേകിച്ച് ഒരു ഫുഡ് ഫാം ഒക്കെ ഉണ്ടാകണം. ഞാൻ ഇപ്പം എന്തിനാ എങ്ങോട്ട് കയറിയെന്ന് അറിയാം. അതെ, ഫുഡ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ ടെസ്റ്റ് ചെയ്തു ചെന്ന് പോയി ഇതിൽ ഇങ്ങോട്ട് കയറാം. എനിക്ക് കൺട്രോൾസ് ഒന്നും അറിയില്ല. ഇത് തന്നെ W വെക്കുക മുമ്പോട്ട്, ഓക്കെ എസ് വെക്കുക ബാക്കോട്ട്, എസ് ഒക്കെ ബാക്കോട്ട് തന്നെയല്ല, എസ് ഒക്കെ ബാക്കോട്ട്, ഡി ഒക്കെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് മറ്റേ അതും ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഫയർ പറഞ്ഞ ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം. എനിക്ക് യൂട്യൂബറാണ്, ബിഗ് യൂട്യൂബർ അങ്ങനെ പറഞ്ഞതാ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് സംഭവങ്ങൾ യൂട്യൂബിൽ നമുക്ക് അങ്ങനെ കടിക്കണം ഗൈസ്.
ഇങ്ങോട്ട് ഇതായിരുന്നു, പിന്നെ ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നു? അപ്പൊ ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നു? എന്നോട് ചോദിച്ചാ ആരും പ്രതി കരയണ്ട, ഞാൻ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ചാടി കളിക്കുന്നു. ഓക്കെ, ഒരു പശു. നേരത്തെ ഞാൻ പശുവിനെ കണ്ടിട്ട് കൊല്ലില്ല. അതുപോലെ കോയിനെ കണ്ടല്ലോ, കോയിനെ പെട്ടെന്ന് കൊല്ലിച്ചില്ല. ആക്സിഡന്റ്. ഏയ് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഞാൻ സീഡൊക്കെ എടുക്കുന്നു. അതൊന്ന് വേഗം ചാവടാ, നമുക്കൊന്ന് വേഗം പോകണം. 2 സ്റ്റീക്ക് കിട്ടി. അവിടെ വേറെ ഒന്നും കൂടി അവനെ കൂടി തീർത്തേക്കാം. അടിയും കൂടി തുറക്കണം. ഓക്കെ, അതിനും തീർത്തു. ഇതെടുത്തില്ലേ? 4 സ്റ്റീക്ക് കിട്ടി. തൽക്കാലത്തിന് ഒന്ന് തിന്നേക്കാം. തിന്നല്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തിന് ഇത് മതിയെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് കളക്ട് ചെയ്യാം. ഞാനെന്താ ചെയ്യണം അറിയില്ല. പറഞ്ഞ സർക്കാരത്തിന് എടുത്താലോ എങ്ങനെ ഉണ്ടാവും? വേഗം വേണിയതല്ലോ, ഒരു 9 അങ്ങനെ ഒപ്പിച്ചെന്നാൽ മതി. നിങ്ങൾക്കറിയാം, എനിക്കറിയാം ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. എന്നാലേ ആവും. അതാണ് ഞാൻ. ഓക്കെ, 12 16 ഉണ്ട്. ധാരാളോ അതിനെ കൂട്ടി എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കല്ലേ. ഞാനൊന്ന് 9 ഉപയോഗിച്ചിട്ട് ഇത്രയായി. അപ്പൊ ഇതിനെ ഒരു ചേക്കൊന്നും നീയല്ലേ ഉപയോഗിച്ച്. പക്ഷെ ഞാൻ പൊട്ടുന്നുണ്ട്. പൊട്ടുന്നിട്ട് നമുക്കെന്താ വേണ്ടേ? ഫർമസി ഇവിടെ അല്ലേ? ഫർമസി ഇവിടെ തന്നെയല്ലേ ഫർമസി? ഇവിടെ ഫർമസി ഉണ്ടാക്കി. അങ്ങനെ ഫർമസി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാം അല്ലേ? ഫുഡ് ഇപ്പൊ കുറേ ആയിക്കോട്ടെ. എന്നിട്ട് ഈ 9 ഇതും 3 കോളും പിന്നെ ബീഫും വെന്തോട്ടെ. അതല്ലേ നല്ല വിശ്വാസം? അതല്ലേ ഇല്ല. വെന്തോട്ടെ. നമുക്ക് അന്നേരം കൊണ്ട് കായ പോയിട്ട് പണിയെടുക്കാം. വേഗം വാ 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 വാ. 2 ആയം ഉണ്ടെങ്കിൽ എത്രയും നല്ലതായിരിക്കും. 2 ആയം പ്രതീക്ഷിക്കുന്നു. 2 ആയം ഒന്നേ കിട്ടിയത് എന്തുകൊണ്ടോ നല്ലത്. What is that? ഇവിടെ എന്നെ പഠിച്ചിട്ട് ഞാനെന്താ ചെയ്ത്? എനിക്കൊന്ന് ആർമറൊക്കെ സെറ്റ് ആയിട്ടാണ് കൂട്ടി ഇറങ്ങണം. പാടില്ല ആണ് ഇതെടുക്കാം. ടോസ്റ്റൊക്കെ സെറ്റായിട്ടാണ് പാടാം. നമുക്കിപ്പോൾ തൽക്കാലത്തിന് നമുക്ക് മേലൊക്കെ പോയിട്ട് ഫുഡൊക്കെ തിന്ന് സെറ്റായിട്ട് വരാം. ഇപ്പൊ എത്ര ഇതായെന്ന് എനിക്കറിയില്ല. സോറി, ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. സോറി, ലെങ്ത് ഉണ്ടല്ലേ? അങ്ങനെ തന്നെയാണ് ഗൈസ്, അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യാനാ? നമ്മളെ വീഡിയോ ഫ്ലേസ് ചെയ്ത് കാണും വിചാരിക്കുന്നു. പൊട്ടിക്കാം, ഇതും പൊട്ടിക്കാം. മതി. ഇതൊക്കെ ഇവൻ അങ്ങോട്ട് എടുക്കുക, ഇവന്റെ സ്ഥാനത്തോട്ട് വെക്കുക. ഇവന്റെ അല്ല, ഇവൻ ഇവിടെ തന്നെ ഇവന്റെ സ്ഥാനത്തോട്ട് വെക്കുക. ഇവൻ ഇവിടെ വെക്കുക. എന്നിട്ട് ഈ വെക്കുക, എന്നിട്ട് ഒന്ന് വെക്കുക, എന്നിട്ട് ഇവിടെ വെക്കുക. ഞാനൊരു പ്രോപ്പർ മൈൻക്രാഫ്റ്റ് ക്ലാസ്സിലാണ് പോകുന്നത്. എന്നിട്ട് അങ്ങോട്ട് പോവാ. അതെന്താ സംഭവിച്ചേ? ഞാൻ എസ്സൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ പാടെ ഇങ്ങനെ ചാടി പോകാൻ പറഞ്ഞ പാട് തന്നെ ചാടി കളിക്കും. തുമ്പിപ്പുഴു, എന്റെ തുമ്പിപ്പുഴു ആന. ചടിക്കളിക്കും തുമ്പിപ്പുഴു, ചടിക്കളിക്കും തുമ്പിപ്പുഴു. കാര്യമുണ്ടോ? 3 ബീഫ് അപ്പത്തേക്ക് ആയോ? സന്തോഷായി. അറിഞ്ഞില്ല. എന്നിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് വെക്കാം. ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചോടെ എന്റെ വിശ്വാസത്തോടെ
നമുക്ക് കുറച്ചുനേരം വെറ്റിയിട്ടായി ആയാസുഖം ആയാലേ മനസ്സുഖം ആയിട്ടുണ്ട്. ഞാൻ കത്തിക്കൊണ്ടിരിക്കല്ലോ. വെറുതെ ഒരു ഫീല് കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ അയാൾക്കൊക്കെ മാറി ചെയ്യാനാ. എത്ര കണ്ടേ എൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 3 ആണുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എത്ര ഇത് മതിയാവും. ഓക്കെ, അതൊക്കെ ധാരാളല്ലേ. 2 3 4 5 6 മതി. 1 എക്സ്ട്രാ ഉണ്ടാവും. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ ഷീൽഡ് ഒപ്പിച്ച് കണ്ട ഷീൽഡ് ഒപ്പിച്ച് ഇനി ആരും ഇനി അടിക്കാൻ വരില്ല. ആ ഷീൽഡ് കണ്ടോ? നൈസല്ലേ? ഷീൽഡ് ഒപ്പിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. എന്ത് ചെയ്യാനാ, ഞാനായോണ്ട്. ഒന്നും കൂടെ എന്തൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. വേണ്ട, വേണേലും ഒക്കെ ഉണ്ടാകും. സ്ക്രീൻഷോട്ട് വെക്കാം. എന്തായാലും ShiftSW ഞാനായിരുന്നു. കാര്യം കണ്ട ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ച എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ അപ്പോ 4 ദിവസമായി 4-3 ദിവസമായി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് ഫുള്ള് വീഡിയോ. ബൈ.